വള്ളംകളിയുടെ ആവേശത്തിലാണ് ആലപ്പുഴ. എന്തായാലും ഇന്നത്തെ കാഴ്ചകളെല്ലാം ആലപ്പുഴയിലേക്ക് തന്നെയാണ് പോകുന്നത്. എൽദോ പോൾ പുതുശ്ശേരിയുണ്ട്. എൽദോ, വൈകിട്ടാണ് ഉദ്ഘാടനം. രാവിലെ മുതൽ എല്ലാവരും കളം നിറഞ്ഞോ? എന്താണ് കാഴ്ചകൾ? പുന്നമടക്കായലിൽ ഓളം തള്ളി തുടങ്ങിയിട്ടുണ്ട് സജിത്ത. അതാ ഇനി ആ ഓളം ഇങ്ങനെ തള്ളി കയറും. അതാ കാണുന്നത് പോലെ ആകാശം ഇരുണ്ട് കൂടി നിൽക്കുന്നു, നല്ല കാറ്റുണ്ട്. ഒരു പക്ഷേ ഈ വള്ളംകളിയിൽ മഴയൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ എങ്കിൽ പോലും കറുത്ത ആകാശമാണ്. പക്ഷേ തെളിഞ്ഞ മുഖങ്ങളും വെളുത്ത ചിരികളും കാണാം ഈ പുന്നമടയിലെ ഈ പവലിയനിൽ മുഴുവൻ. നെഹ്റു പവലിയൻ അപ്പുറത്താണെങ്കിൽ ഇവിടെ ഇതാ ഈ ഫിനിഷിംഗ് പോയിന്റിലെ ഈ പവലിയനിൽ ഒരുപാട് ആരാധകർ നിറഞ്ഞു എത്തിയിട്ടുണ്ട്. ഒരുപാട് ആരാധകർക്ക് ഇപ്പോഴും വള്ളംകളിയുടെ ആവേശം ഉൾക്കൊള്ളാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി, സീറ്റ് കിട്ടാനൊക്കെ വേണ്ടി ഇതാ എത്തിയിരിക്കുകയാണ് അവർ. എന്നെയാണോ വിളിച്ചേ? അന്നെ അങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. ഇതെവിടെന്നാ, ഏതാ സ്ഥലം എവിടെയാ? കാരിച്ചാലാണോ? സ്ഥിരമായിട്ട് കാരിച്ചാലാണോ? ഇന്ന് മാത്രം കാരിച്ചാല? ഞാൻ വ്യൂരം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. അപ്പൊ ഞങ്ങൾ കാരിച്ച വള്ളത്തിനെ പ്രതിനിധിച്ച് വന്നവര് 1, 2, 3, 4, 5 പേര്. 1, 2, 3, 6 പേര്. 6 പേര്. കാരിച്ചാലിന് പ്രതീക്ഷയില്ല. ഇത് നിങ്ങളുടെ ടീമല്ലേ? ആ പുള്ളി ട്രോഫി എടുക്കുന്ന, കാരിച്ചാൽ ട്രോഫി എടുക്കുന്ന പ്രതീക്ഷയില്ല. അതിന്റെ കാരണം എന്താ? ഞങ്ങളുടെ വള്ളത്തിന് ഇത്തിരി അപാകത വന്നു. പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് വള്ളം ലേറ്റ് ആയി ആൾക്കാർക്ക് കൊടുക്കാനായിട്ട്. അപ്പോഴത്തേക്ക് ആരോമ അതുപോലുള്ള ചുണ്ടൻ വള്ളങ്ങള് വള്ളം സെലക്ട് ആക്കി കഴിഞ്ഞു. നമുക്ക് എന്നാലും നമ്മുടെ ഇതിൽ വരും, ഏതാ CBL കളിക്കാൻ പറ്റും. അത് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ കാരിച്ചാൽ ഒരു പ്രതാപമുള്ള ചുണ്ടനാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സമീപകാലത്ത് കാരിച്ചാലിന്റെ ഫോം ആവാത്തത്? കാലത്ത് മുമ്പിരുന്ന ഭരണസമിതിയൊക്കെ ഇച്ചിരി അപാകത കാണിച്ചു. അതിന്റെ ചെറിയ വേരിയേഷൻ ഉണ്ട്. അപ്പൊ അതെല്ലാം ക്ലിയർ ആക്കി ഇപ്പൊ പുതിയതായിട്ട് ഞങ്ങൾ പുതിയ കമ്മിറ്റി ആക്കി എല്ലാം കൊണ്ടും ഇപ്പം തൃപ്തിയായിട്ട് മുന്നോട്ട് പോകും. ഈ പ്രാവശ്യം ഞങ്ങൾ പായിപ്പാട്ടായിട്ട് ട്രോഫി എടുക്കാനുള്ള ആജീവ പരിശ്രമം. ഇത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ കളി പായിപ്പാട്ടാണ്. പായിപ്പാടാണ് സാധ്യത? അല്ലല്ല, പായിപ്പാട്ടാറ്റിലെ കളി. പായിപ്പാട്ട് തിരുവോണം. ശരി, ഇത് കാരിച്ചാൽ സാധ്യത അങ്ങനെ ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിൽ ഇന്ന് ഏറ്റവും ചാൻസ് ആരൊക്കെ? ആരോമയ്ക്കുണ്ട്. ആരോമ പുതിയ ടീം. ഓക്കെ, VBCയെ പൊളിച്ചുകൊണ്ടുപോയ ടീം. വള്ളം പുതിയ ടീമാണ്. വില്ലേജ് ബോട്ട് ക്ലബ്ബ്. മറ്റേ ഇവരുണ്ട്, നമ്മുടെ UBC ഉണ്ട്, പള്ളാത്തുരുത്തി ഉണ്ട്. 5 ടീം ശക്തമായിട്ട് ഇവിടെ വരുന്നു. 5 ടീമും പുന്നമടയും വരും. വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല. കോട്ടയം ടീമുകളോ? കോട്ടയം ടീമിനേക്കാൾ നല്ല ഈ ടീമുകളാണ് വരുന്നത്. കോട്ടയം ടീമിന് ഇപ്പം KTBC ഒക്കെ വെച്ച് പുറത്തോട്ടാ. അത്രയൊന്നും അവർക്ക് വലിയ ചാൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ 5 ടീമെങ്കിലും മിനിമം ഗംഭീരാണ്. 6 ടീം നല്ലോണം വരും. 5 ടീം ശക്തമായിട്ട് ഇവിടെ കളിക്കും. ഓക്കെ, ശരി. അപ്പൊ ഇതിന്റെ താരം റോളം പിടിക്കാനുള്ള പാട്ടൊക്കെ പാടുന്ന, വഞ്ചിപ്പാട്ടൊക്കെ പാടുന്ന ആരാളെ? പാടുമായിരുന്നു. പിന്നെ പാട്ട് മറന്നുപോയോ? എന്താ ഇപ്പൊ ഞങ്ങൾ അങ്ങനെ സൂക്ഷിക്കണ്ട, ഞങ്ങൾ അങ്ങനെ ഓസിന് പാടിത്തരില്ല എന്നാണ്. ഇല്ല, ഇന്ന് മേൽപ്പാടത്തിന്റെ ചാൻസ്. മേൽപ്പാടം പുത്തൻചുണ്ടൻ ഇന്ന് ട്രോഫി അടിച്ചിരിക്കും. മേപ്പാടം അതാണ് പുള്ളി ഇത്ര സ്ട്രോങ് ആയിട്ട് പറയുന്നത്. പെണ്ണുമ്പിളക്ക് വേണ്ടി മേപ്പാടം പിന്നെ ട്രോഫി അടിക്കും. അല്ല, വൈകിട്ട് അല്ലെങ്കിൽ പെണ്ണുമ്പിളന്ന് വീട്ടിൽ കയറ്റില്ലെന്ന് തോന്നുന്നു. അല്ല, അപ്പൊ ഞങ്ങൾക്കൊരു പാട്ട് പറഞ്ഞു, പാട്ട് പഠിക്കാൻ. ഇല്ലില്ല, പാട്ടെല്ലാം മറന്നുപോയോ? അതെന്താ? കുട്ടനാട്ടുകാര വള്ളംകളി കാണാൻ വന്നിട്ട് പാട്ട് മറന്നു പോയതോ? ആരാ പാട്ട് പാടത്തിന്? ആരാ? കുഴപ്പമില്ല, ഞങ്ങൾ വരാം അങ്ങോട്ട്. ഇപ്പൊ എന്തായാലും ഇവരൊക്കെ കാരിച്ചാൽ ചുണ്ടന്റെ ഫാൻസ് ആണ്. കാരിച്ചാൽ ചുണ്ടന്റെ ഫാൻസ് ആണെങ്കിൽ പോലും പക്ഷെ അവർ പ്രതീക്ഷ പറയുന്നില്ല. കാരിച്ചാൽ ഇത്തവണ വലിയ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നമുക്ക് ഇതുപോലെ ഒരുപാട് ആരാധകർ ഇങ്ങനെ ഈ സ്റ്റേഡിയത്തിന്റെ ഈ പവലിയനിന് ചുറ്റുമുണ്ട്. നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാം. അവർ ഓരോരുത്തരും ഓരോരോ ഫാൻ ബേസ് ആയിട്ട് വന്നതാണ്. ചേട്ടാ, എവിടെന്നാ വരുന്നത്? ഹരിപ്പാട്. ഏത് ചുണ്ടിന്റെ ആളാ? നടുഭാഗം. ഇത്തവണ എങ്ങനെ നടുഭാഗം പൊളിക്കുവോ? നടുഭാഗം കപ്പെടുക്കും. കഴിഞ്ഞ തവണ കുറച്ച് സങ്കടം. ആ സങ്കടം മാറുമോ നടുഭാഗം ഇത്തവണ? ഈ പ്രാവശ്യം തീർച്ചയായും 100% വിജയിക്കും. അതാണ് എത്ര കോൺഫിഡൻസ്? എന്താ കോൺഫിഡൻസ്? നമുക്ക് അതിന്റേതായ തുറച്ചിൽക്കാർ അവര് പ്രാക്ടീസിങ് എല്ലാം ഉണ്ട്. ബാക്കി ടീമുകളൊക്കെ വെറുതെ അതല്ല, എന്നാലും ഞാൻ പറയാത്, അത് ലീഡ് ചെയ്യുന്നത് ജോഷി എന്ന് പറയുന്ന ലീഡിംഗ് ക്യാപ്റ്റനാണ്. ശരി, പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് ലീഡിംഗ് ക്യാപ്റ്റനാണ് ജോഷി കാവാലം. പുള്ളിയുടെ യഥാർത്ഥത്തിൽ ഈ പ്രാവശ്യം നടുഭാഗം പിടിക്കുന്നു. നടുഭാഗം ഈ പ്രാവശ്യം ട്രോഫി എടുക്കും. ഞങ്ങൾക്കൊരു പാട്ട് എടുത്ത് തരാൻ പറ്റുമോ? എനിക്ക് പാട്ടറിയില്ല. പാട്ട് അറിയുന്ന ആൾക്കാർ കൂടെ ആരുമില്ലേ? ആരുമില്ല. പാട്ട് അറിയുന്ന ആൾക്കാർ നമുക്ക് തപ്പി പിടിക്കാം. കാരണം ഇന്നത്തെ എല്ലാവരും പാട്ട് പാടുന്നവർ ഉണ്ടാവണമെന്നില്ല. എന്നാലും ആഘോഷം അത് രസകരമായി പോകുന്നു. ചേച്ചി, എങ്ങനെയാ വള്ളംകളിക്ക് ആദ്യമായിട്ട് വരുന്നതാണോ? പിന്നെ എല്ലാ വർഷം വരുമോ? എവിടെ സ്ഥലം? എവിടെയാ? നെടുമുടി. നെടുമുടിക്കാരിയാകുമ്പോ പിന്നെ വള്ളംകളി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കെട്ടിക്കൊണ്ടുവന്ന സ്ഥലമാണ്. വന്ന ശേഷമാണോ വള്ളംകളിയോട് ഇഷ്ടം തോന്നിയത്? അപ്പൊ ഏതാ വള്ളം? ഏതാ? മേൽപ്പാടം. സംശയമില്ല. അടിക്കും. ആരടിക്കും?
മേൽപ്പാടം അടിക്കും. അടിക്കും, സംശയമൊന്നുമില്ല. അവിടെയോ? മേൽപ്പാടം അടിക്കും. എന്നെ നോക്കി ചിരിക്കുന്ന ചേട്ടനിലേക്കാണ് ഞാൻ വന്നത്. ചേട്ടന്റെ പേരെന്താ? മോനിച്ചേന്റെ അവിടെ തന്നെ നെടുമുടി. ഇത് മൊത്തം നെടുമുടി ടീമാണോ? എല്ലാരും നെടുമുടിയാണോ? നെടുമുടി എല്ലാരും മേൽപ്പാടനടിക്കും. മേൽപ്പാടനടിക്കും. ഉറപ്പാണോ? ഇത് നിങ്ങൾ ആരാ പാട്ട് പാടുന്നത്? ചേട്ടൻ കണ്ടതല്ലേ പാട്ട് പാടുന്നില്ല? ചേട്ടനോ? പാടുവാ. ഞാൻ കണ്ട ഇതാണ് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഒരടുക്ക് കല്ലെറിഞ്ഞു 1000 കിളിക്കുയിലിണ കേട്ട് കൊക്കിനുകൊണ്ട് ചിറകിനുകൊണ്ട് കിളിയോർമകളുടെ തലക്കിട്ടുകൊണ്ട് 2ാം മലകറി ഒരടുക്ക് കല്ലെറിഞ്ഞു 1000 കിളിക്കുയിലിണ കേട്ട് കൊക്കിനുകൊണ്ട് ചിറകിനുകൊണ്ട് കിളിയോർമകളുടെ തലക്കിട്ടുകൊണ്ട്. വിളിച്ചു. ഇത് വഞ്ചിപ്പാട്ട് തന്നെയാണോ? വള്ളത്തെ പാടും. ഓക്കെ. ആഴത്തിൽ ആഞ്ഞങ്ങ് തുഴഞ്ഞു കയറാൻ വേണ്ടി. അതാ തുഴഞ്ഞു കയറാൻ. അല്ലേ? അത് ഞങ്ങള് വള്ളം പാടി പോകുന്നതാണ്. വള്ളത്തെ തുഴഞ്ഞ് പാടി പോകുന്ന. ഈ മത്സരത്തിനൊക്കെ കൂടിയിട്ടുണ്ടോ? ഉണ്ട്. ഏത് വർഷങ്ങൾക്ക്? ഞങ്ങൾക്കൊരു കളിവള്ളം ഉണ്ട്. 51 വർഷമായി ഞങ്ങൾ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വഴിയാണ്. ഞങ്ങൾ കൊച്ചു ഓണക്കളി നല്ല ഇതായിട്ട് ഞങ്ങൾ കളിക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട് വള്ളം. ഞങ്ങള് ഫ്ലൈങ് സോസർ എന്നാണ് വള്ളത്തിന്റെ പേര്. ഇപ്പോഴും ഇതുവരെ എങ്ങും വലുതായിട്ട് അവനെ പെട്ടയ്ക്ക് വന്നിട്ടില്ല. ഇപ്പം എന്റെ മോനുണ്ട്. പെട്ടയ്ക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി. പെട്ടയ്ക്ക് ഞങ്ങൾ ട്രോഫി അതുപോലെ എടുത്തിട്ടുണ്ട്. വീട്ടിലിപ്പം മോനാണ് ഇപ്പം മേപ്പാടത്തെ തുഴയുന്നുണ്ട്. ആണല്ലേ? പിന്നെ എവിടെയാ? മണലിയാൽ ഞങ്ങളുടെ 2 മക്കള് തുഴയുന്നുണ്ട്. ബെപ്പാണ് മണലി, ചുണ്ടനാണ് മേപ്പാടം. അങ്ങനെ 2 പേര് തുഴയുന്നുണ്ട്. ഉണ്ട്. നമ്മൾക്ക് കിട്ടിയാൽ ചെറിയ ആളെന്നല്ല. ചുണ്ടലൊക്കെ ഇഷ്ടം പോലെ തുഴഞ്ഞിട്ടുണ്ട്. ചുണ്ണനെ തുഴഞ്ഞിട്ടുണ്ട്, ബെപ്പ തുഴഞ്ഞിട്ടുണ്ട്, ഓടിയെ തുഴഞ്ഞിട്ടുണ്ട്, ചുരുളനെ തുഴഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആയാസം ഏതിനാ? ആയാസമുള്ള ചുരുളനാണ്. വള്ളം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കും. ഇവിടത്തെ അത് പ്രത്യേകം ഒന്ന് പറയണം. അങ്ങനെ കിട്ടിയാൽ ഈ വള്ളം, ഈ കൊച്ചു വള്ളങ്ങൾ പോകുമ്പോ ഈ ബോട്ടുകാർ പോകുന്ന തോന്നിവാസം എന്ത് കഷ്ടപ്പാടാന്നറിയാം ഒരു തുളസിക്കാരന്. ഒരു മിനിറ്റ്, ഞാൻ ഈ പ്രേക്ഷകർക്ക് വിഷയം കാണിച്ചു കൊടുക്കാം. പ്രശാന്തേ, ആ കാണണല്ലോ ഈ ഫിനിഷിംഗ് ലൈനിലൂടെ ഒക്കെ ഈ ബോട്ടുകൾ ഇങ്ങനെ പോകുമ്പോ, അതായത് വള്ളങ്ങൾ തുഴയുമ്പോ മത്സര സമയത്ത് ബോട്ട് പോകുന്ന ഈ കൊച്ചു വള്ളങ്ങൾ ചുണ്ടൻവള്ളങ്ങൾക്ക് വല്ല പ്രശ്നമൊന്നുമല്ല. ബെപ്പ, ഓടി, ചുരുളൻ ഈ ഭയങ്കര ഓളം, ഭയങ്കര പാടാ. വെള്ളമടിച്ചു കയറും. പിന്നെ തുഴയാനൊക്കത്തില്ല, പങ്കായം പിടിക്കാനൊക്കത്തില്ല, പങ്കായം വെട്ടും. അങ്ങനെ ഏറ്റവും കർശനമായിട്ട് ഞങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇതാണ് വള്ളംകളി എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മുടെ ഇവിടുത്തെ വള്ളംകളി ഉണ്ടല്ലോ, ആറന്മുള വള്ളംകളി മുതൽ ഞങ്ങളുടെ മന്ത്രിയോട് പ്രത്യേകം പറഞ്ഞ ആറന്മുള മുതല് തണ്ണീർമുക്കം വരെ സ്പീഡിലാഞ്ചാൽ ഈ ലോകം മുഴുവൻ കിടക്കാൻ. എന്നാലേ ഇതിന്റെ വലിപ്പം എന്താന്ന് പുള്ളി അറിയത്തുള്ളൂ. ഞങ്ങൾക്ക് അവധി തരത്തില്ല എന്ന് പറഞ്ഞു. ഏത് മന്ത്രിയാ? നമ്മുടെ മന്ത്രി അറിയാമല്ലോ. ഏത് മന്ത്രി അറിയാമല്ലോ. അത് ചേട്ടൻ മൊത്തത്തോടെ പറഞ്ഞാൽ മതി. അവധി തന്നില്ല. മൂലത്തിന് അവധി കൊടുക്കാത്ത മന്ത്രി കേട്ടോ? ഞങ്ങൾ അത് ഈ ലോകം ഞാൻ പറഞ്ഞില്ലേ, പ്രതിഷേധമുണ്ട്. കുട്ടനാട്ടുകാർക്ക് അത് പ്രതിഷേധമുണ്ട്. ആറന്മുള മുതല് ഉള്ള ആൾക്കാര് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഈ മൊത്തം അന്വേഷിച്ചാൽ ഈ ലോകത്തിൽ ഇത്രയോ ആളുകൾ കൂടുന്ന ഒരു വള്ളംകളി മത്സരം നടക്കുന്നുണ്ടോ? ഇത്രയും ആളുകൾ മത്സരിക്കുന്ന ഒരു വള്ളം ഇതുണ്ടോ? കായിക മത്സരം എന്ന് വെച്ചാൽ അത്ര ആവേശമാണല്ലേ? അതാണ് ഈ ആവേശം. ഈ ചേട്ടന്റെ ഈ സംസാരത്തിലുണ്ട് ആവേശത്തിന്റെ ഒരു ഏറ്റവും വലിയ ഭാവമൊക്കെ. ഇതാ മോളില് അപ്പത്തിനെ കണ്ടറിയാലോ പാട്ട് പാടുന്നത്. ഒരു മിനിറ്റ്. ആ അതെ, കഴിഞ്ഞ കൊല്ലം കണ്ടതാണല്ലോ. മറന്നു. ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മയുണ്ട്. ഇത്തവണ എങ്ങനെ ഏത് ടീമിനൊപ്പം? തലവടി. അപ്പൊ തലവടി തന്നെയാണോ? ചുണ്ടൻവള്ളത്തിൽ മേൽപ്പാടം. ഞങ്ങൾ ഇരുട്ടുകുത്തിര ആൾക്കാരാണല്ലോ. നോർത്ത് പറവൂരിൽ നിന്ന് ഇരുട്ടുകുത്തിര വലിയാണ് ചിരിസൊക്കെ ഞങ്ങളുടെ നോർത്ത് പറവൂരിൽ നിന്നാണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ന്യൂസ് 18 പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയതാണ്. അതെ. ഇത്തവണ ഉണ്ടോ? ഇതുകൊണ്ട് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 തന്നെ. ഓക്കെ, ഉണ്ട്. അപ്പൊ എങ്ങനെയാ ചുണ്ടൻവള്ളത്തില് മേൽപ്പാടം തലവടി എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ 2 മേൽപ്പാടം നടക്ക് തലവടി ഇരിക്കുന്നു. ഈ നടുക്കിരുന്ന് കുരിശേ മാറുമോ? യേശു ക്രിസ്തു അല്ലേ? അപ്പൊ ഇവർ 2 കള്ളന്മാരാണ്. ഉയർത്തെഴുതേക്കും 2 കള്ളന്മാർ അടുക്കണ്ടല്ലേ? അത് മതി. ചേട്ടാ പാട്ട് പാടാ. ഒരു മിനിറ്റ്, പേരൊക്കെ പറ. പേര് മേൽപ്പാടം
മേൽപ്പാടത്ത് ജനാർദ്ദൻ ചേട്ടനാണല്ലേ? അപ്പൊ എങ്ങനെയാ ആഞ്ഞു പിടിക്കില്ലേ? ആരാ കൂടെ പിടിക്കില്ലേ? പാട്ട് പാടാൻ പോവാ? പിടിക്കൂലേ? കൂടെ പിടിക്കും. പുന്നമട നടുഭാഗം പിടിക്കൂതാ? നടുഭാഗത്തിന് കഴിഞ്ഞ വടത്ത് ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു, മാറുമോ? അത് തീർക്കും. ഉറപ്പാണ്. നമ്മുടെ ജനാർദ്ദൻ ചേട്ടൻ ഒരു പാട്ടുണ്ട്, ഇത് കൂടെ കൂടണോ? ഏറ്റുപിടിക്കണം. ഇവരൊക്കെ എല്ലാരും അറിയാവുന്ന പാട്ട് പാടണം. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ ഭക്തി കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ പുരാഗീരും പടിപടി നിറഞ്ഞ കൃഷ്ണനെ കാണാൻ നിന്ദാനി നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെട അറിഞ്ഞു